നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ആസ്പദമാക്കിയിട്ട് ഇപ്പോൾ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ, താരസംഘടനയിൽ വൻ പിളർപ്പ്. അതിന്റെ നേതൃത്വത്തിലുള്ള കുറെ പേർക്കെതിരെ വൻ ആരോപണങ്ങളെല്ലാം വന്നിരിക്കുകയാണ്. ബാബുരാജ്, സിദ്ദിഖ്, പിന്നെ ഇടവേള ബാബു, ആ മുകേഷ്, ഇഷ്ടം പോലെ ആൾക്കാരുടെ അടുത്തോട്ട് ഈ ഒരു ആരോപണങ്ങളൊക്കെ ഫുള്ള് വന്നിരിക്കണം. കാരണം ലൈംഗികമായിട്ട് ഓരോരോ ചേഷ്ടകളാണെങ്കിലും മെസ്സേജ് അയക്കല്, പ്രവൃത്തികൾ ചെയ്യുക, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമെന്ന് ചോദിക്കുക, ഇതെല്ലാം പ്രമുഖ നടന്മാര് ചെയ്തു. അതും ഓരോരോ പൊസിഷനിലിരിക്കുന്ന നടന്മാര് ചെയ്തു, ചോദിച്ചു, സംവിധായകന്മാര് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോ സടപെട്ടേന്ന് ആൾക്കാരിനെ മൊത്തം ഇതിലോട്ട് വലിച്ചിട്ടിരിക്കുകയാണ്. കാരണം വലിച്ചിട്ടല്ല, അത് അവർ ചെയ്തതിന്റെ ഫലമായിട്ട് ഈ നടിമാർക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂവായ അവർ സാക്ഷിമൊഴിയെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ റിപ്പോർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൽ ലാസ്റ്റ് വന്ന ഒരാളാണ് നമ്മുടെ ജയസൂര്യ എന്ന് പറഞ്ഞ ഒരു മഹാൻ നടൻ. ഇതേപോലെ ഏതൊരു പടത്തിന്റെ ഷൂട്ടിംഗ് സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഇതേപോലെ ബാക്കിൽ കൂടെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് നിലവിൽ വന്നിട്ടുള്ളത് നമ്മൾ കണ്ടതുമാണ്. ഞാൻ പറയുന്നു, അത് ഇപ്പോഴും ഒരു ആരോപണം മാത്രമാണ്. ഇതെല്ലാം നിയമത്തിന്റെ ഇതിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിയമവശം നോക്കുന്ന സമയത്ത് ഇതിൽ ആരാണോ തെറ്റ് ചെയ്തത് അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം തന്നെയാണ് നമ്മൾ പറയാനുള്ളത്. തെറ്റ് ചെയ്തത് ശിക്ഷ അനുഭവിക്കണമല്ലോ. ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കണം. അതിപ്പോൾ ഏത് കൊമ്പനായാലും ശരി, ഏത് ചെറിയവനായാലും വലിയവനായാലും ശരി, അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായ ശിക്ഷ അനുഭവിക്കണം. അപ്പോൾ നിലവിൽ ഇന്നത്തെ ദിവസം വന്നിട്ട് 27-ാം തീയതി അമ്മിയിൽ കൂട്ടരാജി. രാവിലെ ന്യൂസ് കേട്ടതാണ്, പക്ഷെ കുറച്ച് തിരക്കുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അമ്മിയിൽ കൂട്ടരാജി നോക്കുമ്പോൾ മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു. അതിന്റെ കൂടെ ടോവിനോ തോമസ്, അതിന്റെ ജഗദീഷ്, അതിന്റെ കൂടെയുള്ള ഇഷ്ടം പോലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിക്കോട്ടെ, എല്ലാവരും ആയിക്കോട്ടെ, ഇവര് ഫുൾ ആൾക്കാർ ഇപ്പൊ നിലവിൽ രാജിവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോണ പോക്ക് ശരിയല്ല എന്ന് അവർക്കറിയാം. അപ്പൊ അതിന്റെ ഒരു ന്യൂസ് ഞാനിവിടെ വെക്കാം. മോഹൻലാലിന്റെ രാജിക്കത്താണ് എന്റെ കയ്യിലുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സമൂഹ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയിലെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു. അതായത് ഭരണസമിതി തന്നെ രാജിവെക്കുകയാണ്. മോഹൻലാൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി രാജിവെക്കുന്നു. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാദരണീയായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കും. പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല നിലവിലുള്ള ഭരണസമിതി താൽക്കാലികമായി തുടരും. അതിന്റെ വിശദാംശങ്ങൾ കമലേഷിന് ഇപ്പോൾ പ്രദർശിപ്പിക്കാൻ കഴിയുമോ? അനുപ്, ഞാൻ ഫ്ലാഷിൽ ഇട്ടിട്ടുണ്ട്. അതായത് അവരൊരു ഔദ്യോഗിക റിലീസാക്കിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ ചൊല്ലിയുള്ള സമൂഹ ദൃശ്യ മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ഭാരവാഹി നേരിടുന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാൽ ഉൾപ്പെടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വാർത്ത. അതിന്റെ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നതിന് പിന്നാലെ അംഗങ്ങൾക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നു, രാജിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ നമ്മുടെ ക്യാമറ അജീഷ് അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഒരു ലൈംഗിക ആരോപണം വന്നതിന് പിന്നാലെ രാജി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അനൂപ്, ഓക്കെ. അപ്പൊ അതാണ് ലൈംഗിക ആരോപണം വന്നതിൽ മൊത്തത്തിൽ അംഗീകരിക്കുന്ന തരത്തിലാണ് ഈ കൂട്ടരാജി എന്ന് പറയുന്നത്. അപ്പോ നേതൃത്വം എവിടെ? ഇതിന് എന്താ പറയാ, ഒരു കുടുംബത്തിൽ ഒരു അംഗം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ കാരണവരാണ് ഈ പറയുന്ന തെറ്റുകളെല്ലാം തിരുത്തേണ്ടതും ഇന്ന തെറ്റാണെന്നുള്ളത് മറ്റുള്ള അറിയിക്കേണ്ടത് എല്ലാം അതിലെ കാരണവരാണ്. കാരണവർക്ക് ഒരു ഉത്തരവാദിത്വമില്ല. പുള്ളിന് എന്താ പറയാ, നമ്മളെന്തോ അടിച്ചേൽപ്പിച്ചിട്ട് നീ ഇവിടെ ഇരുന്നേ പറ്റുള്ളൂ പറഞ്ഞിട്ട് ഒരു സ്ഥാനം കൊടുത്ത് ഇരുത്തിയിരിക്കുന്ന പോലെയാണ് അവിടുത്തെ പല അംഗങ്ങളും ഇപ്പൊ കാണിക്കുന്നത്. ഒരു ഉത്തരവാദിത്വപരമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ അതിലുള്ള നേതൃത്വത്തിലുള്ള ആരിനെ കൊണ്ടും പറ്റില്ല. വെറുതെ വരുന്ന് അമ്മയിലെ മീറ്റിംഗ് കൂടുന്നു, കുറെ പേര് സെൽഫി എടുക്കണം, അത് പറയും ഇത് പറയണം, അവിടെ ഇത് ചെയ്യുന്നുണ്ട് പോണു. ഒരക്ഷരം ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനോ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനോ സർക്കാസ്റ്റിക് ആയിട്ട് പോലും കൂടി പ്രതികരിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു സഹപ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഇങ്ങനെയുള്ള ആ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ മുഖേന തന്നെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഒരു അക്ഷരം ഈ 2 മഹാനടന്മാര് മിണ്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്.
അവരെന്താണ്, അവര് ഈ സംഘടനയുള്ളവരല്ലേ? എന്തുകൊണ്ടൊരു അക്ഷരം കൊണ്ടുള്ള ദിലീപിന്റെ കേസ് വന്നപ്പോഴും ആ ഒരു ചർച്ചയിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും തലകുനിച്ചിട്ട് അവിടെ ഇവിടെ നോക്കിയിരുന്ന് നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് ഇതിന് മറുപടി പറയാൻ ഇവര് അർഹരല്ല? എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? ഒരു താരസംഘടനയിൽ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം വന്നത് അതേ കുടുംബത്തിൽ വേറൊരുത്തനാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ അതിനെക്കുറിച്ച് പഠിക്കാനോ അതിനെക്കുറിച്ച് ഒരു വിശദാംശം നൽകാനോ ഒരൊറ്റ നടന്മാര് അല്ലെങ്കിൽ ഇതേപോലെ 2 നടന്മാർ വരുന്നില്ല. പൃഥ്വിരാജ് സുകുമാരൻ അതിൻ്റെതായ നിലപാട് വ്യക്തമാക്കി കൊണ്ടിട്ടുള്ള ഒരു പ്രസ് മീറ്റാണ് കഴിഞ്ഞ ദിവസം പുള്ളിന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു ഫുട്ബോൾ ക്ലബ്ബ് ഓപ്പൺ ചെയ്യുമ്പോൾ എറണാകുളത്ത് പുള്ളിക്കാരൻ പറഞ്ഞത്. വ്യക്തവും പുള്ളിന്റെ നിലപാട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി പറഞ്ഞ നിലപാടാണ് അമ്മയെ ഇപ്പൊ പോക്കുന്നത് ശരിയല്ല എന്നുള്ളത്. ആ നിലപാട് തന്നെയാണ് ഇന്നും പുള്ളി പറയുന്നത്. തക്കതായ മാതൃകാപരമായ ശിക്ഷ ലഭിക്കണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതല്ല, ഇത് വെറും ഒരു ഫേക്ക് അലിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ശിക്ഷയും മാതൃകാപരമായിട്ട് ആ പറഞ്ഞ വ്യക്തിക്ക് കിട്ടണം എന്ന് ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ്. ഇതാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരാളുടെ നിലപാട് പറയുന്നത്. ഇതേപോലെ എല്ലാവർക്കും നിലപാട് പറയാനുള്ള സൗകര്യമുണ്ട്. കാരണം സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോൾ ട്രോളെല്ലാം വന്നിരിക്കുന്നത് അങ്ങനെയാണല്ലോ. നീ പോലീസുകാരനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ പതുക്കെ പോയിട്ട് വക്കീലിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞ സിദ്ദിഖ് നൈസായിട്ട് രാജിവെച്ച് സൈഡിലായി. മോഹൻലാലിന്റെ കയ്യിൽ തോക്ക്. എന്ത് ചെയ്യാൻ പറ്റണം പുള്ളിയും നൈസായിട്ട് രാജിവെച്ചു. ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ്. ഒരു സിനിമ കഥ പോലെ തന്നെയാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരയായ പെൺകുട്ടികൾക്ക് ഇരകൾക്കൊപ്പം എന്ന് പറഞ്ഞു. എവിടെ ആരാണ് ഈ ഇരകൾക്കൊപ്പം? ഒരൊറ്റ അക്ഷരം മിണ്ടുള്ളല്ലോ ഒരാളും വന്നിട്ട്. അത് വല്ലാത്തൊരു തന്നെയാണ്. ിന്റെ കേസ് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ അമ്പ് കൊള്ളാത്തവർ ആരുമില്ലാത്ത രീതിയിലേക്ക് ഈ സംഘടന വരുമ്പോൾ മലയാള സിനിമയിലെ താരസംഘടന ചരിത്രത്തിൽ അതാണ് കമലേഷ്. ഇതുവരെ എന്തുകൊണ്ട് ഇന്ന് 8 ദിവസമായി മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിൽ പോലും അവസാനം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് 17-ാം തീയതിയാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് തൊട്ട് മുൻപ്. അതിനുശേഷം മോഹൻലാലിന്റെ ഫേസ്ബുക്ക് നിശബ്ദമാണ്, മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് നിശബ്ദമാണ്, മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നിശബ്ദമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് അഡ്ഹോക്ക് എന്ന രീതിയിൽ ഈ താൽക്കാലിക സമിതി പെൻഷൻ കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാനുള്ള ഒരു താൽക്കാലിക സംവിധാനമാകുമ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള ബാധ്യതയിൽ നിന്നും കൗശലപൂർവ്വം ഈ രാജിയിലൂടെ ഈ നേതാക്കൾ ഒഴിഞ്ഞു മാറുകയാണോ? അങ്ങനെയും പറയാം. തീർച്ചയായും ഈ ഒരു വിഷയം വന്ന ശേഷം ആരൊക്കെ പ്രതികരിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. സുരേഷ് ഗോപിയുടെ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും സംഘടന വലിയ രീതിയിൽ ഒരു തകർന്നു എന്ന് തന്നെ പറയാം. ഒരു വലിയ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നിലവിലെ ഭരണ നേതൃത്വത്തിന് കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം, ആ രീതിയിലേക്ക് ആ സംഘടന മാറി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഗൗരവകരമായ കാര്യം. ഏത് ആരോപണം വരുന്ന സമയത്തും ഒരുമിച്ച് കമലേഷ് മോഹൻലാലിന്റെ രാജിക്കുറിപ്പ് ഒന്നുകൂടി പുതിയ പ്രേക്ഷകരിലേക്ക് അറിയിക്കാം. കമലേഷിന് വായിക്കാം. തീർച്ചയായും മോഹൻലാൽ മാത്രമല്ല, ഈ ഭരണസമിതി അംഗങ്ങളുടെ രാജിയാണ് ഈ ഒരു കുറിപ്പായി ഞാൻ വായിക്കാൻ പോകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സമൂഹ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ, അംഗങ്ങളല്ല ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു. ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജി. ഒരാളല്ല, പ്രസിഡന്റ് മാത്രമല്ല, വൈസ് പ്രസിഡന്റ് അല്ല, ജോയിന്റ് സെക്രട്ടറി അല്ല, ട്രഷറർ അല്ല, മോഹൻലാൽ അടക്കം പരിപൂർണമായും ഈ ഭരണസമിതി രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ 2 മാസത്തിനുള്ളിൽ ഇനിയും എത്ര പേർ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇനി ആരൊക്കെ വരാം, ഇനി ആരൊക്കെ വരാതിരിക്കുക എന്നുള്ളതെല്ലാം കണ്ടുള്ളത്. അതുകൊണ്ട് യുവാക്കൾ വരണം എന്നുള്ളതാണ് മറ്റുള്ള സംഘടനയുള്ള ആൾക്കാരുടെ ഇത്. കാരണം ഇവര് രാജിനെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് കുറെ അതില് അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട് രാജിവെക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പുതിയതായിട്ടുള്ള ഒരു നേതൃത്വം ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു കുറച്ച് കൂട്ടർ പറയുന്നുണ്ട്. എന്തിരുന്നാൽ കൂടി അമ്മ വളർന്നു, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. ഇപ്പോൾ നമുക്കൊരു സിനിമ കാണുമ്പോഴും അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവന്മാരൊക്കെ ഇങ്ങനെയുള്ള ടൈപ്പ് ആയിരുന്നോ എന്നുള്ളതല്ല. എല്ലാവരും ഓരോരോ, ആണുങ്ങൾക്ക് മാത്രമല്ല, പെണ്ണുങ്ങൾക്ക് പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്ക് ഇതേപോലെയുള്ള മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് കൊല്ലം തുളസിന്റെ കാര്യമൊക്കെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. പ്രൊഡ്യൂസർ വന്ന് റൂമിൽ മുട്ടിയതും കൈവച്ചതും പിടിച്ചതും എല്ലാം നമ്മൾ പുള്ളിക്കാരൻ തന്നെ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇനിയും പറയാൻ മടിക്കുന്ന, അല്ലെങ്കിൽ ഇതൊരു വലിയൊരു വിപ്ലവം ആവുന്നെന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല.
അപ്പപ്പോൾ കാര്യങ്ങൾ അപ്പപ്പോൾ പറയുക, അപ്പപ്പോൾ പ്രതികരിക്കുക, അപ്പപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെ മുന്നിലോട്ട് എത്തിച്ചു കൊടുക്കുക, അവരുടെ സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ ഒരാളുടെ ഇത് എത്തിക്കണം എന്നുള്ളതൊക്കെ പറയാനുള്ളൂ. അതുകൊണ്ട് തെറ്റ് ചെയ്തവൻ ശിക്ഷ കിട്ടട്ടെ. അതിപ്പോൾ എത്ര വലിയ കൊമ്പനായാലും അതേ പറയാനുള്ളൂ. രാജി എന്ന് പറയുന്നത് അവസാന വാക്കല്ല. എന്തായാലും WCCയിലെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. അവർ മാക്സിമം ചെയ്തു, അത് അടിയോടെ വെച്ചു. കുറച്ച് മുമ്പ് ആവേണ്ടതായിരുന്നു, അത് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ വരും ദിവസങ്ങളിൽ അറിയാം ഇനി ഏതൊക്കെ വമ്പന്മാർ ഇതിൽ അകത്ത് പെടുമെന്ന്.